ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് അറിയണത് ഏതൊരു ഹോട്ടലിന്റെ പേര് കണ്ടിട്ടാണ് ഞാൻ തിരുവനന്തപുരം എന്ന് അറിഞ്ഞ. നമ്മൾ YMCA ഹാളിൽ പോയിട്ട് കുറച്ച് നേരം കൂടി ഉറങ്ങാൻ പറ്റും. 5:30 ആയിട്ടുള്ള സമയം. നമുക്കിനി അത് കഴിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ YMCA ഹാളിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ക്ലാസ് തുടങ്ങുമ്പോൾ 9 മണിക്ക് കാണാം. നമസ്കാരം, എൻ്റെ പേര് വിനീഷ് എന്നാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു ഫൈറ്റ് പഠിക്കണമെന്ന്. ഇപ്പോഴാണ് അവസരം കിട്ടിയത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് തന്നെ കുറച്ച് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അത് പ്രവീൺ എന്നാണ്. എൻ്റെ പേര് പ്രവീൺ എന്നാണ്. ഞാനൊരു മാർഷൽ ആർട്സ് പഠിക്കുന്ന നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് പുതുതായിട്ടൊരു ഓറ ബോക്സിംഗ് എന്ന സംഭവം മനസ്സിലായത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണിത്. എൻ്റെ ഫസ്റ്റ് ക്ലാസ് വന്നപ്പോൾ തന്നെ എനിക്ക് നന്നായി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണോ? നമസ്കാരം. ഞാൻ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ഈ ഔറ ബോക്സിനെ കുറിച്ച് അറിഞ്ഞത്. അതനുസരിച്ച് ഞാൻ ഈ ക്ലാസ്സിൽ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ആദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നത് എങ്ങനെ പഠിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അത് അറ്റൻഡ് ചെയ്തപ്പോൾ വളരെയധികം നല്ലൊരു ക്ലാസ്സാണ്. നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടുന്ന നമ്മുടെ മെൻ്റലി കോൺഫിഡൻറ്റ് കിട്ടും. പിന്നെ നമുക്ക് ബോഡി ഫ്ലെക്സിബിലിറ്റി ഇതുവഴി കൂട്ടാൻ പറ്റും. നല്ലൊരു കോഴ്സാണ് ഇത്. ഇനിയും അടുത്ത ക്ലാസ് എന്ന് തുടങ്ങും എന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ലൊരു ക്ലാസ്സാണ്. താങ്ക് യു സാർ. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ വളരെ ഔപചാരികമായിട്ടാണ് ഈ ഓറ ബോക്സിങ്ങിനെ പറ്റി അറിഞ്ഞത്. അപ്പം ഇവിടെ വന്നു എനിക്ക് കുറച്ച് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സ്ട്രീറ്റ് ഫൈറ്റ് എങ്ങനെ നമുക്കൊരു ഹാളിനകത്ത് പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മാസ്റ്റർ പ്രതീക്ഷിക്കുന്ന സാർ അത് വളരെ ക്ലിയറായിട്ട് നമ്മളെല്ലാം പറഞ്ഞു തരികയും നമുക്കൊരു സ്ട്രീറ്റ് ഫൈറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പകരം നമ്മളെ സെൽഫ് ഡിഫൻസ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ കുറച്ച് ടെക്നിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. വളരെ ഉപയോഗപ്രദമായ സെഷനായിരുന്നു. തുടർന്നുള്ള സെഷനുകളിലും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും യാതൊരു മടിയില്ലാതെ തന്നെ ഇതിലേക്ക് കടന്നു വരാൻ പറ്റും. ഓക്കെ, താങ്ക്സ്. ഹായ്, എൻ്റെ പേര് സുമോദ്. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ എന്തെങ്കിലും മാർഷൽ ആർട്സ് പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല.
പിന്നെ ഇപ്പോഴും ഇടയിലൊക്കെ കളരി അങ്ങനെ പല ട്രൈ ചെയ്തു, പക്ഷേ അത് നടന്നില്ല. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ചിന്തിച്ചു വർക്കൗട്ട് ചെയ്ത് നമ്മൾ ബോഡി ബിൽഡ് ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യാനാണ്, നമുക്കൊരു ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ബോഡി കാണിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആണ് ഇതിലോട്ട് വന്നത്. ഫസ്റ്റ് ക്ലാസ് തന്നെ അടിപൊളിയായിരുന്നു, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഈ കോൺഫിഡൻസിലൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് വരാനും ജോയിൻ ചെയ്യാനും ഉള്ളൊരു ആത്മവിശ്വാസം നമുക്ക് ഇതിലൂടെ ഉണ്ടാവും. അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ തിരുവനന്തപുരം ക്യാമ്പ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പോയി. ഇപ്പൊ സമയം ഏകദേശം 4:15. നമ്മുടെ ട്രെയിൻ 5:15. കുഴപ്പമില്ല, നല്ല ക്യാമ്പായിരുന്നു. ആൾക്കാർ 4 പേര് വിളിച്ചു പറഞ്ഞ് ലീവാണ്. കുറച്ച് പേര്, ചിലർക്ക് കല്യാണമൊക്കെ ഉണ്ട്, മാമൂദീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് അടുത്ത ക്യാമ്പിൽ വരാന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് S8 ആണ് നമ്മുടെ കോച്ച്. അതിൽ അപ്പർ ബർത്താണ് കിട്ടിയത്. ഉറങ്ങാൻ പറ്റുമോ നമുക്ക് അറിയില്ല, ശ്രമിക്കും നമ്മൾ ഉറങ്ങാൻ. നമുക്കിനി നമ്മുടെ ട്രെയിൻ ഇതാ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടുന്നാണ് തുടങ്ങണ കാരണം ട്രെയിൻ. നമുക്കിനി ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മുടെ ഇന്ന് തിരുവനന്തപുരം ക്യാമ്പ് ഇതോടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി പേജ് ഫോളോ ചെയ്യുക. നമുക്കിനി അടുത്തൊരു ക്യാമ്പ് വ്ളോഗുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.